വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ ശ്രീരഞ്ജിനി സുസ്മിതയോട് വീണ്ടും ചോദിക്കുകയാണ്, നാർക്കോ അനാലിസിസ് ടെസ്റ്റിന് നീ ഒരുക്കമാണോ എന്ന്. അതിന് ഒരുക്കമല്ല എന്നുണ്ടെങ്കിൽ നീ പറയുന്നത് കള്ളമാണ് എന്നാണ് തെളിയാൻ പോകുന്നത്. പിന്നെ പ്രീതിയുടെ കോമ സ്റ്റേജിനും രോഹിത്തിൻ്റെ മിസ്സിങ്ങിനും അങ്ങനെ ഒരുപാട് ഉത്തരങ്ങൾ സുസ്മിതയെ നീ പറയേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറാണോ എന്ന് ചോദിക്കുകയാണ്. നേരം എല്ലാവരും സുസ്മിതയെ തന്നെ ശ്രദ്ധിച്ച് നിൽക്കുമ്പോൾ അതെ ഞാൻ തയ്യാറാണ് എന്നിങ്ങനെ സുസ്മിത പെട്ടെന്നങ്ങ് പറയുകയാണ്. തുടർന്ന് കോൺസ്റ്റബിളിൻ്റെ കയ്യിൽ നിന്നും ഒരു ഫയൽ വാങ്ങിച്ച ശേഷം അത് ഓപ്പൺ ആക്കിയിട്ട് ഒരു പേപ്പറിലേക്ക് സൈൻ ചെയ്യാൻ പറയുകയാണ് ശ്രീരഞ്ജിനി. നാർക്കോ അനാലിസിസ് ടെസ്റ്റിന് കോടതിയുടെ ഉത്തരവ് വേണം, അപ്പോൾ നിനക്ക് നോ ഒബ്ജക്ഷൻ സമ്മതമാണ് എന്നുള്ളതിനുള്ള നോ ഒബ്ജക്ഷൻ ലെറ്ററാണ്, ഇതിലൊന്ന് സൈൻ ചെയ്യണമെന്ന് പറഞ്ഞ് അത് കൊടുക്കുകയാണ്. അന്നേരം ആദ്യം ഒന്ന് മടിക്കുകയാണ് സുസ്മിത സൈൻ ചെയ്യാനായിട്ട്. തുടർന്ന് ഒന്നുകൂടി വരട്ടി പറയുമ്പോൾ സുസ്മിത അതിലേക്ക് സൈൻ ചെയ്യുകയാണ്. അന്നേരം വിഷ്ണു ശാലിനിയൊക്കെ അന്തം വിട്ട് നിൽക്കുകയാണ്. ഇവൾ അതിനും തയ്യാറാണ് എന്ന് പറയുമ്പോൾ തുടർന്ന് നമുക്ക് വീണ്ടും കാണാം സുസ്മിത എന്ന് പറഞ്ഞിട്ട് വിഷ്ണുവിനോട് ശാലിനിയോട് ഇറങ്ങാമെന്ന് പറഞ്ഞിട്ട് ശ്രീരഞ്ജിനെ കോൺസ്റ്റബിളിനെയും കൂട്ടി ആദ്യം ഇറങ്ങുകയാണ്. തുടർന്ന് സുസ്മിതയാണെങ്കിലും അങ്ങ് ആകെ പേടിച്ച് നിൽക്കുകയാണ്. ഇനി അതിൽ നിന്ന് എങ്ങനെ തലയൂരും എന്ന് ആലോചിച്ചുകൊണ്ടാണ് സുസ്മിത നിൽക്കുന്നത്. തുടർന്ന് ശാലിനി ആണെങ്കിൽ സുസ്മിതയുടെ അടുത്തേക്ക് വരികയാണ്. അന്നേരം സുസ്മിത അങ്ങ് പേടിക്കുന്നുണ്ട്. തുടർന്ന് ശാലിനി ആ ദേഷ്യത്തോടു കൂടി പറയുകയാണ്, നിനക്ക് നിന്റെ ഫാമാൻ്റെ എത്ര കാലം വേണമെങ്കിലും പറ്റിക്കാനായിട്ട് സാധിക്കും, പക്ഷേ ഇനി പ്രീതിയുടെ ദേഹത്ത് ഒരു ഉറുമ്പിൻ്റെ കടിയെങ്കിലും ഉണ്ടായാൽ പോലീസല്ല വരാൻ പോകുന്നത്, ഈ ശാലിനി ആയിരിക്കും വരാൻ പോകുന്നത്. നിന്നെ ഞാൻ തീർത്ത് കളയും. ഞാൻ വിചാരിച്ച പോലെ തന്നെയാണ് കാര്യങ്ങൾ വരുന്നത്. നീ ഭൂമുഖത്തുണ്ടാകില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൈ ഓങ്ങുകയാണ്. നീ നോക്കിക്കോന്നിങ്ങനെ കൈ വിരൽ ചൂണ്ടി കാണിക്കില്ലേ, അതുപോലെ കാണിച്ചിട്ട് ശാലിനി അങ്ങ് ഇറങ്ങി പോവുകയാണ്. പക്ഷേ സത്യഭാമയും അർജുനും ഒന്നും മിണ്ടുന്നില്ല. സത്യഭാമ സുസ്മിതയോട് ശാലിനി അങ്ങനെയൊക്കെ പറഞ്ഞിട്ടും ഒരക്ഷരം മിണ്ടുന്നില്ല. അതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. തുടർന്ന് സുസ്മിത അങ്ങ് വിയർത്ത് നിൽക്കുകയാണ്. തുടർന്ന് വിഷ്ണുവും ഇങ്ങനെ സുസ്മിതയുടെ അടുത്തേക്ക് വന്നിട്ട് നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിരൽ ഇങ്ങനെ ഓങ്ങി ഓങ്ങി കാണിക്കുകയാണ്. എന്നിട്ട് സത്യഭാമയെ നോക്കിയിട്ട് വിഷ്ണുവും അങ്ങ് പോവുകയാണ്. അവർ തിരിച്ച് തട്ടുകടയിലേക്ക് പോകുന്നുണ്ട്. തുടർന്ന് സുസ്മിതയാണെങ്കിൽ വീണ്ടും സഹതാപം പിടിച്ചു പറ്റാൻ വേണ്ടി സത്യഭാമയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ഞാനല്ല ആൻറ്റി എന്നിങ്ങനെയുള്ള ഭാവത്തിൽ തലയിങ്ങനെ ആട്ടി കാണിക്കുകയാണ്. പക്ഷേ ഭാമയാണെങ്കിൽ ആ ദേഷ്യത്തോടു കൂടി തന്നെ നോക്കിയിരിക്കുകയാണ്. രാഘവൻ നായരും അതേപോലെ നോക്കുന്നുണ്ട്. അർജുൻ്റെ മുഖത്തേക്ക് നോക്കാനായിട്ട് സുസ്മിതയ്ക്കുള്ള ധൈര്യം പോലും ഇല്ല. സുസ്മിത അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് പെട്ടെന്ന് അങ്ങ് സ്റ്റെയർ കയറി മുകളിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ മുകളിലെത്തിയിട്ടും സുസ്മിത ഇങ്ങനെ ഭാമയെ നോക്കുമ്പോൾ അതേ രൂക്ഷഭാവത്തോടു കൂടി സത്യഭാമ ഇങ്ങനെ സുസ്മിതയെ നോക്കി തന്നെ നിൽക്കുകയാണ്. അപ്പോൾ സുസ്മിതയെക്കുറിച്ചുള്ളൊരു സംശയം സത്യഭാമയുടെ മനസ്സിൽ വീണ് കഴിഞ്ഞു. ഇനി നുണ പരിശോധന കൂടി ആകുമ്പോൾ അത് തെളിയുമായിരിക്കും. തുടർന്ന് കാണിക്കുന്നത് ശാരദാമ്മയുടെ വീടാണ്. രാത്രി ശാരദാമ്മയും ശ്യാമയും ശരിയും ഒക്കെ ഉണ്ട്. ശരിയുടെ റൂമിലാണ്. ശാരദാമ്മ പറയുന്നുണ്ട്, രാച്ചിയമ്മ ചികിത്സിച്ച് രോഗം ഭേദമായവർ ഒരുപാടുണ്ട്, പക്ഷെ അവിടെ പോയി കൂടെ താമസിച്ച് നിന്ന് ചികിത്സിക്കണം, ആ ഒരു ഒറ്റ പാടേ ഉള്ളൂ. പിന്നെ നിന്നെ രാജീവ് സാറിൻ്റെ കൂട്ടി വിടട്ടെ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ശാരിക പറയുന്നുണ്ട്, അമ്മയ്ക്ക് എൻ്റെ കൂടെ വരാനായിട്ട് ബുദ്ധിമുട്ടാണെങ്കിൽ അങ്ങോട്ടത്തേക്ക് പോകണ്ട, ആ ഒരൊറ്റ ഒരാൾ കാരണമാണ് ഞാൻ ഈ ഗതിയിലായത്, പിന്നെ എനിക്ക് അവിടുത്തെ ചികിത്സ വേണ്ട എന്നങ്ങ് തീർത്ത് ശാരിക പറയുകയാണ്. അന്നേരം മോളെ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് എന്ന് പറഞ്ഞ് ശാരദാമ്മ പറയാൻ തുടങ്ങുമ്പോൾ ശാരിക പറയുന്നുണ്ട്, അമ്മ പറയുന്നത് എന്താണെന്നൊക്കെ എനിക്കറിയാം, താലി കെട്ടിയ ഭർത്താവല്ലേ, അവസാനം വരെ കൂടെ കാണുകയുള്ളൂ, ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും കൂടെ കാണും എന്നൊക്കെയല്ലേ, പക്ഷേ എനിക്ക് അതിനി വേണ്ട, ആ ഒരു സുഖജീവിതം എനിക്കിനി വേണ്ട. ആ പഴയ പ്രേമ ജീവിതത്തിന് മുന്നേ നമ്മൾ എന്ത് സന്തോഷമായിട്ടാണ് കഴിഞ്ഞിരുന്നത്, എനിക്ക് യോഗ്യതമില്ലാത്ത ബന്ധമാണ് എന്നറിഞ്ഞപ്പോൾ ഞാൻ ഒഴിഞ്ഞു മാറാനായിട്ട് ശ്രമിച്ചതാണ്, പക്ഷെ അയാൾ വിട്ടില്ലല്ലോ. കല്യാണം കഴിഞ്ഞിട്ടോ മനസമാധാനത്തോടെ ഒരു ദിവസം പോലും ഉണ്ടായിട്ടില്ല. എന്നും അടിയും വഴക്കും ബഹളവും ഒക്കെ. ആദ്യമൊക്കെ അയാളുടെ അമ്മയും അമ്മാവനും കാരണമാണെന്ന് വിചാരിച്ചു, പക്ഷെ അവരൊഴിഞ്ഞു പോയതിനു ശേഷം അയാൾ അങ്ങോട്ട് പ്രശ്നങ്ങൾ തുടങ്ങി. ആ അമ്മയുടെ മകനല്ലേ, അപ്പോൾ അയാൾക്ക് അങ്ങനെ ജീവിക്കാനേ പറ്റുകയുള്ളൂ, കുറച്ചൊക്കെ അമ്മയും സാക്ഷിയല്ലേ എന്നൊക്കെ ശാരിക കരഞ്ഞുകൊണ്ട് ചോദിക്കുമ്പോൾ ശാരദാമ്മയ്ക്ക് ഉത്തരമില്ലാതാവുകയാണ്. തുടർന്ന് ശാരിക അങ്ങ് തനിയെ എഴുന്നേൽക്കുകയാണ് കട്ടിൽ നിന്നും. അന്നേരം ആരും എന്നെ സഹായിക്കണ്ടെന്നൊക്കെ പറഞ്ഞ് തനിയെ എഴുന്നേൽക്കുന്നുണ്ട്. തുടർന്ന് വീഴാനൊക്കെ പോകുമ്പോൾ ശാരദാമ്മ പിടിക്കുകയാണ്. അന്നേരം പറയുന്നുണ്ട്, മോൾക്ക് ഞാൻ ചോദിച്ചത് അത്രയ്ക്ക് വേദനിച്ചെങ്കിൽ അമ്മയോട് ക്ഷമിക്കുക, വേണ്ട, അതൊന്നും ഇനി അമ്മ പറയുന്നില്ല എന്ന് പറയുകയാണ്. അന്നേരം കാഴ്ചയില്ലാത്ത ലോകം തന്നെയാണ് അമ്മയെ നല്ലത്, അയാളുടെ മുഖം ഇനി ഒരിക്കൽ കൂടി കാണണമെന്ന് എനിക്ക് ആഗ്രഹമില്ല, കാഴ്ച കിട്ടുമ്പോൾ അയാളുടെ മുഖം കാണേണ്ടി വരികയാണെങ്കിൽ എനിക്ക് കാഴ്ചയും വേണ്ട, അയാളാണ് എല്ലാത്തിനും കാരണം, ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ചോളാം, ഇപ്പോൾ ആരുടെയും സഹായമില്ലാതെ കണ്ണില്ലെങ്കിലും ജീവിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞ് ശാരി ഒറ്റയ്ക്കങ്ങ്
നടന്നു പോവുകയാണ്. റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാനാണ് പോകുന്നത്. അന്നേരം വീഴാനൊക്കെ പോവുകയാണ്. അന്നേരം ശാരദാമ്മയും ശ്യാമയും കൂടി പിടിക്കാൻ ചെല്ലുമ്പോൾ ആരും എന്നെ പിടിക്കണ്ട, ഞാൻ ഒറ്റയ്ക്ക് നടന്നോളാം, ഞാൻ സ്വന്തമായിട്ട് തിരഞ്ഞെടുത്ത ജീവിതമല്ലേ, അതുകൊണ്ട് ആരോടും പരാതിയും പരിഭവവും ഒന്നുമില്ല, ഞാൻ തന്നെ ചുമന്നോളാം, അതുകൊണ്ടാണ് ഞാൻ വിഷം കഴിച്ച് മരിക്കാനായിട്ട് തീരുമാനിച്ചതും, ഇനി എൻ്റെ വിധി എന്നൊക്കെ പറഞ്ഞ് അങ്ങ് നടന്നു പോവുകയാണ്. അന്നേരം ജോലിലൊക്കെ ഇടിക്കുന്നുണ്ട്, പടിയൊക്കെ കിടക്കുമ്പോൾ വീഴാനൊക്കെ പോവുകയാണ്. ആരും വരണ്ടെന്നൊക്കെ ശാരി വിളിച്ചു പറഞ്ഞുകൊണ്ട് തപ്പിത്തടഞ്ഞ് അങ്ങ് ഉമ്മറത്തേക്ക് പോവുകയാണ്. അന്നേരം ആ ഒരു അവസ്ഥ കണ്ട് വിഷമിച്ച് ശ്യാമയും വിഷമിച്ചിരിക്കുകയാണ്. തുടർന്ന് ശാരദാമ്മ ശ്യാമയോട് പറയുകയാണ്, രാജിയോട് നിനക്ക് കൂട്ടുവന്ന് കിടക്കാനായിട്ട് പറയാം, അവളെയും കൊണ്ട് ഞാൻ തന്നെ ചികിത്സയ്ക്ക് പോകാമെന്ന്. അത് ശ്യാമ സങ്കടത്തോടെ തന്നെ തലൂലിക്ക് സമ്മതിക്കുകയാണ്. ഇതേസമയം ആ രാത്രി തന്നെ സുസ്മിതയാണെങ്കിൽ ചിറ്റപ്പൻ ചന്ദ്രബോസിനെ കാണാനായിട്ട് ഒരു സ്ഥലത്തെത്തിയിരിക്കുകയാണ്. അന്നേരം ചന്ദ്രബോസ് ആണെങ്കിൽ ആരോടും അങ്ങ് ഫോൺ വിളിച്ച് കയർക്കുകയാണ്. ശ്രീരഞ്ജിനിയെ കുറിച്ചാണ് അവരുടെ സംസാരം. ഇവരിങ്ങനെ മേലുദ്യോഗസ്ഥന്മാരെ കീഴുദ്യോഗസ്ഥരെ എങ്ങനെ വീട്ടിൽ പിന്നെ പൂട്ടിയിട്ട പട്ടിയെ പോലെയാണ് കാണുന്നത്, അവളുമാരുടെയൊക്കെ ശീലം ഞാൻ തീർക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ശ്രീരഞ്ജിനിയെ കുറിച്ച് അങ്ങ് ദേഷ്യമായിട്ടാണ് മറുതലകളോട് സംസാരിക്കുന്നത്. തുടർന്ന് സുസ്മിതയോട് പറയുകയാണ്, ഇനി നിന്റെ പ്രശ്നം എന്താണെന്ന് എന്ന് പറയുകയാണ്. അന്നേരം ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ളതാണ് എന്നിങ്ങനെ സുസ്മിത പറയുമ്പോൾ, അല്ലെങ്കിൽ ആവശ്യം വരുമ്പോൾ നിങ്ങൾക്കൊക്കെ എന്നെ വേണമല്ലോ, നിന്റെ അച്ഛൻ ദാസേട്ടനടക്കം അങ്ങനെ തന്നെയാണ്, ആവശ്യത്തിന് എന്നെ വേണം, അല്ലെങ്കിൽ പിന്നെ എന്നെ വേണ്ട, തന്ത്രപൂർവ്വം അങ്ങ് മറക്കും എന്നൊക്കെ പറയുകയാണ്. രണ്ടുപേരുടെയും തന്ത രണ്ടാണല്ലോ, അമ്മയല്ലേ ഒന്നുള്ളൂ എന്നൊക്കെയും പറയുകയാണ്. അന്നേരം സുസ്മിതയുടെ അച്ഛനും ഈ ചിറ്റപ്പനും അമ്മ ഒന്നാണെങ്കിലും അച്ഛൻ രണ്ടായിട്ടുള്ള മക്കളാണ്. അന്നേരം ചിറ്റപ്പനോട് എനിക്ക് ദേഷ്യമൊന്നുമില്ല എന്ന് ഞാൻ ചിറ്റപ്പനെ ഓർക്കുന്നൊക്കെ സുസ്മിത പറയുകയാണ്. അന്നേരം പിന്നെ നീ കൊണ്ട് നുണ പറയാതിരിക്കുക, അത്രയ്ക്ക് ഓർമ്മയുള്ളവളാണെങ്കിൽ പിന്നെ 2 തവണ കെട്ടാൻ ഒരുങ്ങിയിട്ട് ഒരു തവണയെങ്കിലും എന്നോട് പറഞ്ഞോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം സുസ്മിത എങ്ങ് തപ്പുകയാണ്. തുടർന്ന് പറയുന്നുണ്ട്, എനിക്ക് ആ ദേഷ്യമൊന്നുമില്ല, അങ്ങനെ ദേഷ്യം ഉണ്ടായിരുന്നെങ്കിൽ നിന്നോട് സംസാരിക്കാൻ ഞാൻ നിൽക്കുമായിരുന്നില്ലല്ലോ, പിന്നെ നീ ഈ ഏരിയയിൽ ഉണ്ടെന്ന് ദാസേട്ടൻ പറഞ്ഞപ്പോഴേ എന്തെങ്കിലും പ്രശ്നവുമായിട്ട് ഇതേപോലെ എൻ്റെ മുമ്പിൽ വന്നു നിൽക്കുമെന്ന് എനിക്ക് അറിയാമായിരുന്നു, പിന്നെ എനിക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല, നീ ഇപ്പോൾ ഒരു കൊല നടത്തിയിട്ട് കത്തിയുമായിട്ട് എൻ്റെ മുമ്പിൽ വന്നു നിന്നാലും ഞാൻ നിന്നെ അതിൽ നിന്നും രക്ഷിക്കും, ഇനി എന്താ നിന്റെ പ്രശ്നം എന്ന് ചോദിക്കുകയാണ്. അന്നേരം അതൊക്കെ പറയുമ്പോൾ സുസ്മിത ഇങ്ങനെ അന്തം വിട്ടിരിക്കുകയാണ്. തുടർന്ന് എന്താ നിന്റെ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ, കൊല നടത്തിയിട്ട് തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നിങ്ങനെ സുസ്മിത പറയുകയാണ്. അന്നേരം ആ ചന്ദ്രബോസ് ആകെ അങ്ങ് അന്തം വിടുകയാണ്. ചന്ദ്രബോസ് അങ്ങ് വിയർക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. തുടർന്ന് പോക്കറ്റിൽ നിന്നും ഒരു സിഗരറ്റ് എടുത്ത് വായിലേക്ക് വെച്ച ശേഷം ലൈറ്റർ തപ്പുകയാണ്. ആദ്യമൊന്നും കിട്ടുന്നില്ല. എന്നാൽ സുസ്മിതയോട് നിന്നേലുണ്ടോ ലൈറ്റർ എന്ന് ചോദിക്കുകയാണ്. അന്നേരം സുസ്മിതയെ അന്തം വിട്ട് നിൽക്കുമ്പോൾ ഇല്ല ഉണ്ടെന്നും പറഞ്ഞ് മറ്റേ പോക്കറ്റിൽ നിന്നും ലൈറ്റർ എടുത്ത് അത് സിഗരറ്റ് കത്തിക്കുകയാണ്. ഇനി പറ, തുടങ്ങിക്കോ എന്ന് പറയുകയാണ്. തുടർന്ന് ആ രോഹിത്തിനെ കൊക്കയിലേക്ക് തള്ളിയിട്ടതും ഇപ്പോൾ പോലീസ് ശ്രീരഞ്ജിനി വന്ന് നിർത്തിയത് വരെയുള്ള ആ സംഭവങ്ങൾ സുസ്മിത ചന്ദ്രബോസിനോട് പറയുകയാണ്. തുടർന്ന് എല്ലാം കേട്ട് കഴിഞ്ഞ ശേഷം ചന്ദ്രബോസ് പറയുന്നുണ്ട്, അപ്പോൾ 3 കാര്യങ്ങളാണ് നിന്റെ പ്രശ്നങ്ങൾ. ഒന്ന് ശ്രീരഞ്ജിനി, CCTV, പിന്നെ നാർക്കോ അനാലിസിസ്. ആദ്യത്തെ 2 എണ്ണം പോട്ടെ, പക്ഷേ നീ ടെസ്റ്റിന് എന്തിനാണ് സമ്മതം കൊടുത്തതെന്ന് ചോദിക്കുമ്പോൾ അത് സാഹചര്യം അങ്ങനെ ആയിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കൊടുത്തത്, അതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കില്ലേന്ന് ചോദിക്കുകയാണ്. അന്നേരം അത് നീ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല, ഈ ടെസ്റ്റ് എന്താണെന്ന് നിനക്ക് അറിയാമോ ചോദിക്കുന്നുണ്ട്. അന്നേരം TV-യിലൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ അതിൽ പറഞ്ഞ കാര്യങ്ങൾ പിന്നെ മനസ്സിൻ്റെ വിഭ്രാന്തിയാണെന്നോ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കോടതിയിൽ വാദിച്ച് രക്ഷപ്പെടാനായിട്ട് സാധിക്കില്ലേ, അങ്ങനെ രക്ഷപ്പെട്ട കേസുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, നെറ്റുകളിൽ സെർച്ച് ചെയ്തപ്പോൾ കണ്ടിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ നീ വിചാരിച്ചിരിക്കുന്നത് പോലെയൊന്നും അല്ല കാര്യങ്ങൾ കുഞ്ഞെ. ഇഞ്ചക്ഷൻ മരുന്ന് കുത്തിവെച്ച ശേഷം ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സും ഡോക്ടേഴ്സും ചുറ്റും കൂടി നിന്ന് ചോദിക്കും, അവർ ചെകഞ്ഞ് ചോദിക്കും, നീ ഇപ്പോൾ പറയാത്ത കാര്യങ്ങൾ പോലും എല്ലാം വള്ളി വിടാതെ അങ്ങ് പറഞ്ഞു പോകും എന്നൊക്കെ പറയുമ്പോൾ സുസ്മിത അങ്ങ് പേടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ രക്ഷപ്പെടാൻ പറ്റില്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ചന്ദ്രബോസ് പറയുന്നുണ്ട്, നീ ഇപ്പോൾ പ്രീതി തലയിടിച്ച് കല്ലിലേക്ക് ഇടിച്ച ശേഷം 2-3 പ്രാവശ്യം നീ കല്ലിലേക്ക് അതിൻ്റെ തല കൊണ്ടുവച്ച് ഇടിച്ചില്ലേ, അത് നിനക്കും ആ പ്രീതിക്കും മാത്രമല്ലേ അറിയുന്നുള്ളൂ, ഇപ്പോൾ നീ പറഞ്ഞത് കൊണ്ട് എനിക്കും അറിയാം, അപ്പോൾ ചിറ്റപ്പനോടൊന്നും മറച്ചു വെക്കണ്ടെന്ന് കരുതി ഞാൻ പറഞ്ഞതാണെന്ന് പറയുമ്പോൾ അത് ശരി തന്നെ, പക്ഷേ ആ പഞ്ചകൈലാസത്തിൽ നീ ആ ടെസ്റ്റിൽ ഇത് വിളിച്ചു പറഞ്ഞാൽ പിന്നെ കല്ലിലേക്ക് ഇടിച്ച സംഭവം നീ വിളിച്ചു പറഞ്ഞാൽ പിന്നെ അതനുസരിച്ചായിരിക്കും കേസിൻ്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നത്, അപ്പോൾ പിന്നെ അതിൻ്റെ തെളിവുകൾ ശേഖരിക്കാനായിട്ട് തുടങ്ങും എന്നൊക്കെ പറയുമ്പോൾ പ്രീതിയങ്ങ് അന്തം വിട്ട് നിൽക്കുകയാണ്. തുടർന്ന് രക്ഷപ്പെടാൻ പറ്റില്ലേ എന്ന് പറഞ്ഞ് സുസ്മിത ചോദിക്കുമ്പോൾ അതല്ല, വേറൊരു കാര്യം കൂടിയുണ്ട്, നീ പഞ്ചകൈലാസത്തിലെ ഡോക്ടർ ചോദിച്ചപ്പോൾ കല്ലിലേക്ക് ഇടിച്ച ശേഷം ഉരുളുകയോ മറ്റോ ചെയ്തോ എന്ന് ചോദിച്ചപ്പോൾ നീ ഇല്ല എന്ന് പറഞ്ഞു, അതാണ് നിന്റെ ആദ്യത്തെ മിസ്റ്റേക്ക്. അത് ആ ഡോക്ടറോട് പറഞ്ഞപ്പോൾ വേറെ ആരും ശ്രദ്ധിക്കാതിരുന്നത് കൊണ്ടാണ് നീ ഇപ്പോൾ ഇങ്ങനെ ഇറങ്ങി നടക്കുന്നത്, അല്ലെങ്കിൽ നീ എന്നെ അകത്തായേനെ. ഇപ്പോൾ നീയും ആ കൊലക്കാരനും തമ്മിലുള്ള ദൂരം പ്രീതിയും നീ
നീയും തമ്മിൽ ഓടി അത്ര ദൂരമേ ഉള്ളൂ, നീ പെട്ടെന്ന് പിടിക്കപ്പെടാന്നൊക്കെ പറയുമ്പോൾ സുസ്മിത അങ്ങ് ആകെ വിയർത്ത് വിളിച്ച് നിൽക്കുകയാണ്. നീ എങ്ങനെ രക്ഷപ്പെടും എന്നുള്ള ഉദ്ദേശത്തില്ല. തുടർന്ന് വീണ്ടും ചന്ദ്രബോസ് പറയുകയാണ്, അങ്ങനെ നീ അവിടെ ആ അനാലിസിസ് ടെസ്റ്റിൽ, നാർക്കോ അനാലിസിസ് ടെസ്റ്റിൽ ഈ തല കല്ലിലേക്ക് ഇടിച്ച സംഭവം വിളിച്ചു പറയുകയാണെങ്കിൽ പ്രീതിയുടെ സ്കാനിങ് റിപ്പോർട്ട് കോടതിയിൽ പ്രസൻറ്റ് ചെയ്താൽ മാത്രം മതി നീ തൂങ്ങാനായിട്ട് എന്ന് പറയുമ്പോൾ ഞാൻ എന്തെങ്കിലും രക്ഷപ്പെടാനുള്ള വഴി അന്വേഷിച്ചാണ് ചിറ്റപ്പൻ്റെ അടുത്തേക്ക് വന്നത്. ഇതിപ്പോൾ എന്നെ ഒന്നുകൂടി പേടിപ്പിക്കുകയാണെന്ന് ചോദിക്കുമ്പോൾ ഒന്ന് സമാധാനപ്പെടുകൊച്ചേ, നിന്നെ ഞാൻ രക്ഷിക്കാം, എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. പിന്നെ നീ ആ കൊക്കയിലേക്ക് ചവിട്ടി താഴ്ത്തിയ പയ്യൻ്റെ പേരെന്തോന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം രോഹിത് എന്ന് പറയുമ്പോൾ അവൻ തിരിച്ചു വന്ന് കോടതിയിൽ മൊഴി കൊടുക്കാതിരുന്നാൽ മതി, എങ്കിൽ ഞാൻ നോക്കിക്കോളാം, രക്ഷപ്പെടുത്താമെന്ന് പറയുകയാണ്. അന്നേരം മരിച്ചവർ തിരിച്ചു വരുമോ എന്നും പറഞ്ഞ് സുസ്മിത ഇങ്ങനെ അന്തം വിട്ടിരിക്കുകയാണ്. അന്നേരം അവൻ മരിച്ചു എന്നതിന് ഉറപ്പൊന്നുമില്ലല്ലോ, അവൻ്റെ ബോഡി ഇതുവരെ കിട്ടിയിട്ടില്ലല്ലോ, അതും സംഭവിക്കാം എന്നിങ്ങനെ ചന്ദ്രബോസ് പറയുമ്പോൾ സുസ്മിതയാണെങ്കിലോ കണ്ണൊക്കെ തള്ളി പേടിച്ച് വിളറി വെളുത്തിങ്ങനെ വീർത്ത് നിൽക്കുകയാണ്. അന്നേരം ആ ശാലിനി ആ തലേ ദിവസം ആ കർട്ടന് തീ പിടിച്ചപ്പോൾ പറഞ്ഞ കാര്യം ഓർമ്മിച്ചിട്ടുണ്ട്, സത്യത്തിൻ്റെ സൂര്യനെ മറയ്ക്കാനായിട്ട് സാധിക്കില്ല, എന്നെങ്കിലും അത് ഉയർന്നു പൊങ്ങി തന്നെ വരും എന്ന് പറഞ്ഞതൊക്കെ ഓർത്ത് സുസ്മിത അങ്ങ് പേടിച്ച് നിൽക്കുകയാണ്. തുടർന്ന് പഞ്ചകൈലാസമാണ് കാണിക്കുന്നത്. അവിടെ രാജിയമ്മയുടെ വീട്ടിൽ രോഹിത് ഇങ്ങനെ കിടക്കുന്നതായിട്ടാണ്. പക്ഷേ രോഹിത്തിന് ഓർമ്മ വരികയാണ്. രോഹിത് ഇങ്ങനെ കണ്ണ് തുറക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. 1-2 തവണ കണ്ണിങ്ങനെ ചലിപ്പിക്കുകയും തുറക്കാനായിട്ട് ശ്രമിക്കുകയുമാണ്. അത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അടുത്ത എപ്പിസോഡിൻ്റെ ആദ്യം രോഹിത് കണ്ണ് തുറക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഇനി ശാരികയെ കൊണ്ടുവരുമ്പോൾ ശാരദാമ്മ കണ്ടെത്തുമായിരിക്കും രോഹിത്തിനെ. അപ്പോൾ പിന്നെ ശാലിനി അറിയിക്കും. ഇനിയിപ്പോൾ നാർക്കോ അനാലിസിസ് ടെസ്റ്റൊക്കെയാണ്, അതിൽ ചന്ദ്രബോസ് സുസ്മിതയെ രക്ഷിക്കാനായിട്ട് ഒരു ശ്രമം നടത്തും. പക്ഷേ അത് ശാലിനി കണ്ടുപിടിക്കും. സത്യഭാമ അവിടെ സുസ്മിതയെ കൈ ഒഴുകുകയും ചെയ്യും. ഇത്രയുമാണ്. ഇനി അങ്ങനെയുള്ള എപ്പിസോഡുകളാണ് ഇനി വരാൻ പോകുന്നത്. ഓക്കെ, താങ്ക്